കേന്ദ്രമന്ത്രിയും ഫിഷറീസ് മന്ത്രിയും വിഴിഞ്ഞത്ത് കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളി ജോൺ മത്യാസിന്റെ വീട് സന്ദർശിച്ചു. കുടുംബവുമായി കൂടിക്കാഴ്ച നടത്തി. മുതലപ്പുഴയിൽ കാണാതായ ഷിജിന്റെ വീട് ഉടൻ സന്ദർശിച്ചു. ഏറ്റവും പ്രാഥമിക ഘട്ടമെന്ന നിലയിൽ തന്നെ ഏതൊക്കെ അശാസ്ത്രീയമായ നിർമ്മാണങ്ങളാണ് നടക്കുന്ന നിലയിൽ എന്തൊക്കെയാണ് അശാസ്ത്രീയത, ഈ പൊടിയുമായി ബന്ധപ്പെട്ട് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് എന്തൊക്കെയാണ് പ്രധാനമായും ലഭിക്കുന്ന പരാതി എന്നൊക്കെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ചോദിച്ചറിയുന്നത്. മുതലപ്പുഴയിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കുറേ അധികം നാളുകളായി മത്സ്യത്തൊഴിലാളികൾ ആ പരാതികൾ ഉയർത്തുന്നുണ്ട്. കൃത്യമായ രീതിയിലല്ല നിർമ്മാണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിരന്തരമായി അപകടങ്ങൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ട മുതലപ്പുഴയിലെ ഹാർബർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ചോദിച്ചറിയുന്നത്. അതിനുശേഷമായിരിക്കും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മുഹമ്മദ് അസ്ലം വിവരങ്ങളുമായി ചേരുന്നു. അസ്ലം, ആഭ്യന്തരമന്ത്രിയും ഫിഷറീസ് മന്ത്രിയും ഇപ്പോൾ എവിടെയാണുള്ളത്? രണ്ടുപേരും ഇപ്പോൾ മുതലപ്പുഴി സന്ദർശിക്കുകയാണ്. ഇപ്പോൾ ഷിജിനെ കാണാതെ ഉൾപ്പെടെ നിരവധി അപകടങ്ങൾ നടന്ന മുതലപ്പുഴയിലെ സാഹചര്യങ്ങൾ ആഭ്യന്തരമന്ത്രിയും ഫിഷറീസ് മന്ത്രി വി അബ്ദുൽ ഗഫൂറും സന്ദർശിച്ച് അവിടെ സ്ഥല MLA തിരഞ്ഞെടുപ്പ് MLA രമ്യ ഹരിദാസോടുകൂടി കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. വിഴിഞ്ഞത്ത് കാണാതായ ജോണിന്റെ മത്സ്യത്തൊഴിലാളി ജോൺ മത്യാസിന്റെ വീട് സന്ദർശിച്ച ശേഷമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടുന്ന് നേരെ ഇവിടുന്ന് മത്സ്യബന്ധനത്തിൽ പോയി കാണാതായ ഷിജിന്റെ അജിതങ്ങളുടെ വീട്ടിലേക്ക് കൂടി സന്ദർശിക്കും. തീരപ്രദേശത്ത് മത്സ്യത്തൊഴിലാളികളെ കാണാതായതിനു ശേഷം തെരച്ചിൽ നടപടികൾ സജീവമായി നടന്നെങ്കിൽ പോലും മന്ത്രിമാർ നേരിട്ട് എത്തിയില്ല എന്നുള്ളൊരു പ്രതിഷേധം, അതിലുള്ളൊരു അതൃപ്തി മത്സ്യത്തൊഴിലാളികൾക്ക് തീരദേശത്തുള്ള ആൾക്കാർക്കുണ്ടായിരുന്നു. അത് പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണെന്ന് ഫിഷറീസ് മന്ത്രി, പ്രത്യേകിച്ച് ഫിഷറീസ് മന്ത്രി തന്നെ തിരിഞ്ഞു നോക്കിയില്ല എന്നൊരു വിമർശനമാണ് വ്യാപകമായി ഉയർന്നത്. ഫിഷറീസ് മന്ത്രിയെ ഒപ്പം കൂട്ടിയാണ് രമേശ് ചെന്നിത്തല ഇന്ന് തിരുവനന്തപുരത്തെ രണ്ട് സ്ഥലവും സന്ദർശിക്കുന്നത്. ഇന്നലെ നീണ്ടകര സന്ദർശിച്ചിരുന്നു. ഉച്ചയ്ക്ക് 12:30 തന്നെ മുഖ്യമന്ത്രി നീണ്ടകരയിൽ എത്തുന്നുണ്ട്. തീരപ്രദേശത്ത് സെർച്ച് നടപടികളെ കുറിച്ചുള്ള പരാതികൾ ശരിക്കും ഓർക്കില്ല. കാരണം ഇപ്പോൾ നേവിയുടെ ഭാഗത്തു നിന്നുള്ള നേവിയുടെ സഹായത്തോടെ തെരച്ചിൽ നടക്കുന്നുണ്ട്. കോസ്റ്റൽ പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിലുള്ള തെരച്ചിലും അതുപോലെ മത്സ്യത്തൊഴിലാളികളെ കൂടി ഒപ്പം കൂട്ടിക്കൊണ്ട് തെരച്ചിലൊക്കെ നടത്തുന്നത്. തെരച്ചിൽ നടപടികൾ സജീവമായി തന്നെ നടക്കുന്നുണ്ട്. ജില്ലാ കളക്ടറും മറ്റ് ചുമതലയുള്ള ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും സജീവമായി ഇടപെടുകയും ചെയ്യുന്നുണ്ട്. അതിൽ അവർക്ക് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നേരിട്ട് മന്ത്രിമാരെത്തി ആ പ്രശ്നങ്ങൾ അവർക്കൊപ്പം ഈ കാണാതായ ആൾക്കാരുടെ കുടുംബത്തിനൊപ്പം നിൽക്കുക എന്നുള്ളൊരു കാര്യം ഉണ്ടായില്ല എന്നുള്ളൊരു ആയിരുന്നു ശരിക്കും പൊതുവെ ഉയർന്ന പരാതി. അത് പ്രതിപക്ഷം അതിനെ ഉയർത്തുകയും സജീവമാക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ ആ വീടുകളിൽ തന്നെ കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ വീടുകളിൽ തന്നെ നേരിട്ടെത്തി അവരുടെ ബന്ധുക്കളോട് സംസാരിക്കുക എന്ന കാര്യമാണുള്ളത്. മുതലപ്പുഴയെ സംബന്ധിച്ചോളാണെങ്കിൽ നമുക്കറിയാം, നേരത്തെ നമ്മളൊരു പരമ്പര തന്നെ ഇവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു കടലിലെ ആ ഒരു മുതലപ്പുഴയുടെ അപകട സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് വിഴിഞ്ഞം കൂടി വന്ന പശ്ചാത്തലത്തിൽ അപകടം വർദ്ധിക്കുകയാണ്. ഇവിടെ ചില പദ്ധതികൾ മന്ത്രിസഭ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പക്ഷേ ചിലത് ദീർഘകാല പദ്ധതികളാണ്, ചിലത് ഹ്രസ്വകാല പദ്ധതികളാണ്. അതിലേക്ക് നടപടിയിലേക്ക് കടക്കും. പക്ഷേ ഇപ്പോൾ ഈ ഒരു ശക്തമായ മഴ പ്രക്ഷോഭത്തിന്റെ ഒരു ഘട്ടത്തിൽ ഇവരെ കാണാതാവുന്നത് 31-നാണ് കാണാതാവുന്നത്. അതിനുശേഷം ഉണ്ടായ സംഭവം അറിയാം. തെരച്ചിൽ നടത്തിയിരുന്നവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ ദിവസങ്ങളിൽ തെരച്ചിൽ വൈകി എന്നുള്ളൊരു പരാതി അവർക്കുണ്ടായിരുന്നു. പിന്നീട് തെരച്ചിൽ ഊർജിതമായെങ്കിൽ പോലും സർക്കാരിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ മന്ത്രിമാരും നേരിട്ട് വന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നിടത്തൊരു ഉണ്ടായില്ല എന്നൊരു പരാതികൾ ഉണ്ടായിരുന്നു. എന്തായാലും മന്ത്രിമാർ നേരിട്ടെത്തി കാര്യങ്ങൾ പരിശോധിക്കുന്നു. അതോടൊപ്പം തന്നെ കാണാതായവരുടെ വീട്ടുകാരെ സാന്ത്വനിപ്പിക്കുന്ന ഒരു നടപടി കൂടി ഇന്ന് ചെയ്യുകയാണ്. രണ്ട് തരത്തിൽ കൊല്ലത്ത് മുഖ്യമന്ത്രി പോവും. ഇവിടെ ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ വി അബ്ദുൽ ഗഫൂർ ഫിഷറീസ് വകുപ്പ് മന്ത്രിയും കൂടി സന്ദർശിക്കുന്നുണ്ട്. എന്തായാലും അടുത്തുള്ള ആൾക്കാർ സംസാരിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ. അതുകൂടി കേൾക്കാൻ തോന്നുന്നു. മന്ത്രി ഇപ്പോൾ സംസാരിക്കും, ആഭ്യന്തരമന്ത്രി ഇപ്പോൾ സംസാരിക്കും. മുതലപ്പുഴി സന്ദർശിച്ചിരിക്കുകയാണ്. ഈ മുതലപ്പുഴയിലെ ഹാർബർ നിർമ്മാണവും ഒക്കെയായി ബന്ധപ്പെട്ട് കുറെ അധികം നാളുകളായി ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ചില അശാസ്ത്രീയതയുണ്ട് എന്നൊക്കെ പറഞ്ഞു വരികയാണ്. ഏത് തരത്തിലായിരിക്കും നമ്മുടെ മുന്നോട്ടേക്കുള്ള പ്രവർത്തനങ്ങൾ? നേരത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ഇവിടെ വന്ന് സന്ദർശനം നടത്തിയതാണ്. താങ്കൾ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ? ഞാനും ഫിഷറീസ് വകുപ്പ് മന്ത്രി അബ്ദുൽ ഗഫൂറും MLA രമ്യ ഹരിദാസും ഞങ്ങളിവിടെ വന്നു. ഇവിടുത്തെ ഈ ഹാർബർ ഒന്ന് സന്ദർശിക്കാൻ കൂടിയാണ് വന്നത്. അതോടൊപ്പം തന്നെ ആ കുടുംബത്തിന്റെ നഷ്ടം അല്ലെങ്കിൽ അവരുടെ പ്രയാസത്തിൽ അവരോടൊപ്പം ചേർന്ന്
അവരെ ചേർത്ത് നിർത്താൻ വേണ്ടി കൂടെയാണ് ഞങ്ങൾ വന്നത്. ഇപ്പം ഞങ്ങൾ നേരത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ഇവിടെ സന്ദർശിച്ചതാണ്. അപ്പം ഇവിടുത്തെ പ്രശ്നം ശാസ്ത്രീയമായി പഠിച്ച് പരിഹരിക്കേണ്ട ഒന്നാണ്. കാരണം ഈ മുതലപ്പടിയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ഈ അപകടങ്ങൾ പരിശോധിച്ച് ഇതിനൊരു ശാസ്ത്രീയമായ പരിഹാരം കണ്ടെത്തണം. അതിനുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അതിന്റെ വിശദാംശങ്ങൾ അദ്ദേഹം ഇവിടെ നിങ്ങളോട് പറയും. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ഇതിനൊരു ശാശ്വത പരിഹാരമാണ് ഉദ്ദേശിക്കുന്നത്. ഇനിയും ഒരു വിലപ്പെട്ട ജീവനും ഇവിടെ നഷ്ടപ്പെടാൻ പാടില്ല. ഒരു ബോട്ടും ഇവിടെ വള്ളവും തകരാൻ പാടില്ല. അപ്പം അതിനനുസരിച്ചുള്ള ഒരു സമീപനം സ്വീകരിക്കുക, നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഇനി ഒരാളെ കാണാനുണ്ട്. തെരച്ചിൽ നടക്കുകയാണ്. കോസ്റ്റൽ പോലീസുമായി ഞങ്ങൾ രണ്ടുപേരും ഇന്ന് അതിന്റെ IG അക്ബറുമായിട്ട് സംസാരിച്ചു. പരിചയസമ്പന്നരായ മത്സ്യത്തൊഴിലാളികളെ കൂടി ചേർത്തുകൊണ്ടുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 3 സ്ഥലത്തും, പുല്ലുവിളയിലും ഇവിടെയും അതോടൊപ്പം നീണ്ടകരയിലും നടക്കുന്ന ഇതേ രീതിയിലുള്ള തെരച്ചിലാണ്. ആ തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകുക, നിർത്തില്ല. ഏതായാലും പലരും പറയുന്നത് 4 ദിവസം 7 ദിവസം കഴിഞ്ഞിട്ടും ആൾ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതുപോലെ തന്നെ കോസ്റ്റൽ പോലീസിന് ചില അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. വേണ്ടത്ര ബോട്ടുകളില്ല, പോലീസ് സ്റ്റേഷനില്ല, ഇങ്ങനെയുള്ള പരാതികളൊക്കെ അവർ പറയുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ അത് പരിഹരിക്കാനുള്ള നടപടി കൂടി സ്വീകരിക്കും. ഒരു കാര്യം പ്രധാനമായുള്ള പരാതി വന്നത് 11 ദിവസം മുമ്പാണ് ഈ അപകടം, മുതലപ്പുഴയിൽ അപകടം നടന്നത്. ഈ 2 പേരെ കാണാതായത്. പക്ഷെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ് ഏതും തെരച്ചിൽ നടന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. മാത്രമല്ല, അവർ രാവിലെ ഈ നാട്ടുകാരും ഈ കാണാതായുടെ ബന്ധുക്കളെല്ലാം തന്നെ റോഡ് ഉപരോധിക്കുകയും ആ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുകയും എല്ലാം ചെയ്തതിനു ശേഷം ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ് ആദ്യമായിട്ട് തെരച്ചിൽ തുടങ്ങിയത്. വിലപ്പെട്ട 15 മണിക്കൂറോളം നഷ്ടപ്പെട്ടു. അതാണ് പ്രധാനമായി സംഭവം ഉണ്ടായപ്പോൾ തന്നെ MLA രമ്യ ഹരിദാസ് വിളിച്ചു. അപ്പോൾ തന്നെ കോസ്റ്റൽ പോലീസിനുള്ള അറേഞ്ച്മെന്റ് ഞാൻ ചെയ്തു. അതോടൊപ്പം തന്നെ ഫിഷറീസ് മിനിസ്റ്റർ തന്നെ മുൻകൈ എടുത്ത് കോസ്റ്റ് ഗാർഡിനെ കൊണ്ടുവരാനുള്ള നടപടികൾ. ഈ കോസ്റ്റ് ഗാർഡിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബോംബെയിൽ നിന്ന് അനുവാദം വേണം. അതിന് കുറച്ച് സമയമെടുക്കും. അതൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ആ ഗോൾഡൻ ടൈമിൽ, ആ അവേഴ്സിൽ അടിയന്തരമായ സെർച്ചിങ് നടത്തിയാൽ ആണ് ഏറ്റവും ഫലപ്രദം. അപ്പം അതുകൊണ്ട് കോസ്റ്റ് ഗാർഡിന് വന്നൊരു കാലതാമസമാണ്. അതിന് മാറ്റാൻ വേണ്ടി കേന്ദ്രത്തിന് മുമ്പിൽ ഞങ്ങൾ റെപ്രസെന്റ് ചെയ്യും. ഇനിയൊരു അപകടമുണ്ടായാൽ എത്രയും പെട്ടെന്ന് ആ ഗോൾഡൻ അവേഴ്സിൽ തന്നെ സെർച്ചിങ് നടത്താനുള്ള സംവിധാനം ഉണ്ടാക്കും.